ദൈവത്തിന് സ്തുതി. ഇവിടെ എഴുന്നള്ളി വന്ന് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കി തീർക്കുന്ന സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവേ, അഭിമന്യരായ സഹോദര മെത്രാപ്പോലീത്ത തിരുമേനിമാരെ, പ്രത്യേകാൽ സുവിശേഷ സംഘത്തിൻ്റെ പ്രസിഡന്റ് അഭിമന്യ ഏലിയാസ് മോർ അതാനാസിയോസ് തിരുമേനി, സഭാ ഭാരവാഹികളായ വന്യ റോയ് കട്ടച്ചരാച്ചൻ, പ്രിയപ്പെട്ട തമ്പു ജോർജ് തുകലൻ, പ്രിയപ്പെട്ട ജേക്കബ് സി മാത്യു, വന്യ കോർപ്പിസ് കോപാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശന്മാരെ, സിസ്റ്റേഴ്സ്, ഗായക സംഘത്തിലെ പ്രിയപ്പെട്ട പാട്ടുകാരെ, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ളവരെ, നമ്മൾ തിരുപ്പിറവിയുടെ അനുഗ്രഹകരമായ ദിനങ്ങളിലൂടെ സഞ്ചരിച്ചു. സന്തോഷവും സമാധാനവും ആവോളം തരുന്ന ഒരു പെരുന്നാൾ. രക്ഷകനായ ക്രിസ്തു തരുന്ന ശാന്തി മനസ്സിൽ വസിക്കുമ്പോഴാണ് തിരുപ്പിറവി നമ്മുടെ സമാധാനവും നമ്മുടെ സ്വാതന്ത്ര്യവുമായി മാറ്റപ്പെടുന്നത്. ആഘോഷരാവുകൾ അവസാനിക്കുന്നില്ല. എന്നാൽ തിരുപ്പിറവിയിൽ നടക്കേണ്ടുന്നത് എത്രമാത്രം സ്വായത്തമാക്കാൻ സാധിച്ചു എന്നുള്ള സന്ദേശത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവിയും ആംഗലേയ സാഹിത്യകാരനും ചിന്തകനുമായ അലക്സാണ്ടർ പോപ്പ് പറയുന്നു, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു പിറക്കുന്നില്ല എങ്കിൽ ക്രിസ്മസ് ആഘോഷം വ്യർത്ഥമാണ്. ആഘോഷരാവുകൾ കഴിഞ്ഞ് ഒരുമിച്ച് കൂടുമ്പോൾ ഈ ചിന്ത എല്ലാ അർത്ഥത്തിലും നമ്മെ ചിന്തിപ്പിക്കുവാൻ, ധ്യാനിപ്പിക്കുവാൻ പര്യാപ്തമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ക്രിസ്തു ഹൃദയത്തിൽ പിറക്കുക, എന്നാൽ ക്രിസ്തു മൂല്യങ്ങൾ നമ്മിൽ പിറന്നു വീഴുക എന്നുള്ളത് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പരശുശ്രൂഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതും പ്രബോധിപ്പിച്ചതും പ്രഘോഷിച്ചതും ജീവിച്ചതും ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി ഉയർത്തിപ്പിടിച്ചതും നീതിയാണ്. നീതിയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം പണിയുവാൻ, നീതിയിൽ അധിഷ്ഠിതമായിരുന്നു ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ കാലയളവിൽ അങ്ങോളം ആവോളം നമുക്ക് കേൾക്കുവാനും ധ്യാനിക്കുവാനും സാധിച്ചതായ ചിന്ത. നീതിക്ക് വേണ്ടി നിലകൊണ്ടതുകൂടിയാണ്, അല്ലെങ്കിൽ നീതിക്കായി നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒപ്പം നിന്നതുകൊണ്ടാണ്, നീതി നിഷേധിക്കപ്പെട്ടവരുടെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് കഷ്ടതയും കുരിശുമരണവും ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. വിശുദ്ധ വചനം പറയുന്നു, ക്രിസ്തു നീതിമാനായിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ന്യായം വിധിച്ച ന്യായാധിപനായ പിലാത്തോസ് പറയുന്നുണ്ട്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വീണ്ടും പിലാത്തോസിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 27:19, ആ നീതിമാൻ്റെ രക്തത്തിൽ നീ ഇടപെടണ്ട. ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുന്ന നേതൃത്വം വഹിച്ച ശതാധിപൻ പറയുന്നു, ശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23:47, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. പ്രിയമുള്ളവരെ, നീതിമാനായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ പിറവി കൊള്ളേണ്ടുന്ന, ജീവിതത്തിൽ സജീവമാകേണ്ട കാലമാണ് ഈ തിരുപ്പിറവിയുടെ സന്ദേശത്തിൻ്റെ കാലം. അതുകൊണ്ട് ഇത്തവണത്തെ നമ്മുടെ കൺവെൻഷൻ്റെ ചിന്താധാരയും നീതിയെക്കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് ഇത് പരസ്പര പൂരകമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ തിരുപ്പിറവിയും
നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ പ്രധാന ചിന്തയും. ആമോസ് 5:24. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു ആമോസ്. അന്ന് നിലനിൽക്കുന്ന അന്യായങ്ങൾക്കും അനീതികൾക്കുമെതിരെ ദൈവത്തിൻ്റെ ഹിതം ശക്തമായി പ്രഘോഷിച്ച പ്രവാചകനാണ് ആമോസ് പ്രവാചകൻ. ആമോസ് എന്ന പേരിൻ്റെ അർത്ഥം ഭാരം ചുമക്കുന്നവൻ എന്നാണ്. ദൈവജനത്തിൻ്റെ ഭാരം ചുമക്കാനായി വിളിക്കപ്പെട്ട, ദൈവവചനത്തിൻ്റെ ഭാരം ചുമക്കാനായി വിളിക്കപ്പെട്ട കരുത്തനായ പ്രവാചകനായിരുന്നു ആമോസ് പ്രവാചകൻ. നാമും ദൈവജനത്തിൻ്റെ ഭാരം ചുമക്കാനായി വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണെന്നുള്ളതായ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ധ്യാന ചിന്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മിൽ എല്ലാവരിലും ഉരുവാകേണ്ടുന്നത്. ന്യായവും നീതിയും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ 59:24. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അനീതി നിറഞ്ഞ, അന്യായങ്ങൾ പെരുകുന്ന, അക്രമങ്ങൾ നടമാടുന്ന ഈ ലോകത്ത് ഏറെ പ്രസക്തമായൊരു വാക്യമാണ് പ്രവാചക ശബ്ദം. അന്യായത്തിൻ്റെയും നീതിയുടെയും ഹീബ്രു പദങ്ങളായ, ന്യായത്തിൻ്റെയും നീതിയുടെ ഹീബ്രു പദങ്ങളായ മിഷ്പാത്ത്, സാദിഖ് എന്നീ പദങ്ങൾ വേദപുസ്തകത്തിൽ പലപ്പോഴും ഒരേ അർത്ഥത്തിൽ സമാന്തരമായി ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, നീതിയും ന്യായവും. ഈ പദങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉപയോഗിക്കുവാൻ കാരണം ദൈവമക്കൾ നീതിമാന്മാരായി നീതി പ്രവർത്തിക്കുന്നവരാകണമെന്ന സന്ദേശത്തിന് കൂടുതൽ ഊന്നൽ നൽകുവാൻ വേണ്ടിയാണ്. ന്യായവും നീതിയും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ദൈവമക്കളായ ക്രൈസ്തവരായ നാം ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് നീതിമാന്മാരായി ജീവിക്കുന്നതിനും നീതി പ്രവർത്തിക്കുന്നതിനുമാകണമെന്നുള്ളതാണ് സന്ദേശം. കാരണം നീതിയും ന്യായവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കും, കുടുംബത്തിനും, സഭയ്ക്കും, സമൂഹത്തിനും, പ്രപഞ്ചത്തിന് പോലും നിലനിൽക്കാനാവില്ല. ആരാണ് നീതിമാൻ? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ 18:9, എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് സത്യസന്ധതയോടെ ജീവിക്കുന്നവരാണ് നീതിമാന്മാർ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാണ് നീതിമാൻ. അപ്രകാരം ജീവിക്കുന്നതാണ് നീതി. ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ നീതിയും ന്യായവും വല്ലപ്പോഴും ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടുന്ന സാന്ദർഭികമായിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് എന്നും നിലനിൽക്കുന്ന, നിരന്തരമായ നമ്മിൽ ഉരുവാകേണ്ടുന്ന ഒന്ന് തന്നെയാണ് നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഇത് വെള്ളം പോലെ വറ്റിപ്പോകാതെ ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന്, നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന് ആമോസ് പ്രവാചകൻ പ്രഘോഷിച്ചിട്ടുള്ളത്. അനുദിനമായി നിരന്തരമായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉരുവാകേണ്ടുന്ന ഒന്നാണ് ഈ നീതിയും ന്യായവും. വ്യക്തിജീവിതം തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ വ്യക്തിജീവിതം ന്യായവും നീതിയും നിറഞ്ഞതായിരിക്കണം. ദാവീദ് രാജാവിൻ്റെ ജീവിതം നമുക്ക് ഒരു പാഠമാണ്. സാധാരണക്കാരനായ പടയാളിയായ ഊരിയാവിനോട് ചെയ്ത അന്യായത്തിന്, സാധുവായ ബർശേബ എന്ന സ്ത്രീയോട്, ഊരിയാവിൻ്റെ ഭാര്യയോട് ചെയ്ത അനീതിക്ക് നാഥാൻ പ്രവാചകനിലൂടെ അതിശക്തമായി പ്രതികരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ അനീതിക്ക് ശിക്ഷയായി ദാവീദ് പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ പൊള്ളലോടെ മാത്രമേ നമുക്ക് ആ ഭാഗം സങ്കീർത്തനത്തിൽ, വേദപുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് നൽകുന്ന സന്ദേശം വ്യക്തിജീവിതത്തിൽ നീതിയും ന്യായവും ഏറ്റവും വിലപിടിച്ച മൂല്യങ്ങളായി നാം കാത്തുസൂക്ഷിക്കണമെന്നുള്ളതായ ശ്രദ്ധേയമായിട്ടുള്ള ചിന്തയാണ് പ്രിയമുള്ളവരെ. എബ്രഹാം ലിങ്കൺ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കേസ് വാദിക്കുവാൻ ആവശ്യമായി വളരെ സമ്പന്നനായ ഒരു വ്യാപാരി അദ്ദേഹത്തെ സമീപിച്ചു.
കേസിൻ്റെ വിശദാംശങ്ങൾ കേട്ട ശേഷം എബ്രഹാം ലിങ്കൺ പറഞ്ഞു, നിങ്ങളുടെ കേസ് എനിക്ക് മനസ്സിലായി. ഇത് സാങ്കേതികമായി ശക്തിയുള്ളതും എന്നാൽ ധാർമ്മികമായി ദുർബലവുമാണ്. ഇത് വാദിച്ചാൽ എനിക്ക് ധാരാളം സമ്പത്ത് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈ കേസ് നീതിയുള്ളതല്ല. ഇത് വാദിക്കുക എന്നു എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കേസ് വാദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കേസ് നിന്നും ഒഴിവായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ സമ്പന്നനായ പ്രഗത്ഭനായ അഡ്വക്കേറ്റായി അദ്ദേഹം ഒരു പക്ഷേങ്കിൽ അറിയപ്പെടുമായിരുന്നു ആ കേസ് വാദിച്ചിരുന്നെങ്കിൽ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പക്ഷേ ദൈവം അദ്ദേഹത്തെ അമേരിക്കയുടെ ഏറ്റവും പ്രിയങ്കരനായ, ലോകം മുഴുവനും ആദരവോടെ കാണുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റായി, മഹാനായ പ്രസിഡൻ്റായി, നീതിമാനായ മനുഷ്യനായി അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ് ചരിത്രം പിന്നീട് നമ്മെ പഠിപ്പിക്കുന്നത്. വ്യക്തിജീവിതത്തിൽ നീതിയുടെ നിലപാടുകൾ എടുക്കുമ്പോൾ, നീതി നിർവഹണത്തിൽ യാതൊരു കൂസലും കൂടാതെ ഉറച്ചു നിൽക്കുമ്പോൾ യേശു നമ്മിൽ പിറക്കുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിലും ഏറെ പ്രാധാന്യം ഈ വാക്യത്തിനുണ്ട്. നാബോത്തിൻ്റെ വിയർപ്പും സർവസ്വവുമായ മുന്തിരിത്തോട്ടം ആർത്തിമൂത്ത് അന്യായമായി കൈക്കലാക്കി ആഹാബും കുടിലതന്ത്രങ്ങളും ഉപദേശിച്ച് അതിനെ പ്രേരിപ്പിച്ച ഇസബേലിനും സംഭവിച്ച ദുർഗതി, ദൈവശിക്ഷയും ദാരുണമായ അന്ത്യവും നമ്മുടെ കുടുംബങ്ങൾക്കും പാഠമാകേണ്ടുന്നതാണ്. നമ്മുടെ അനീതി കൊണ്ട് ആരുടെയും കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീഴാനായിട്ട് നാം അനുവദിച്ചുകൂടാ. സഭാജീവിതവും ഇതുപോലെ തന്നെ ഈ വേദഭാഗവുമായി സമരസപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ വേദപാഠവുമായി വളരെ പ്രസക്തിയുള്ള ഒരു ഭാഗമാണിത്. അഹാബിൻ്റെയും ഇസബേലിൻ്റെയും വേദപാഠം യഥാർത്ഥത്തിൽ യാക്കോബായ സഭ ഗൗരവമായി കാണുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ സഹോദര സഭയുടെ വിയർപ്പിൽ, അവരുടെ കഷ്ടപ്പാടിൽ പണിത ഒരു ദേവാലയവും ഒരു സ്ഥാപനവും അവരുണ്ടാക്കിയതൊന്നും നമുക്ക് വേണ്ട. ഇനി ഏതെങ്കിലും കോടതി അങ്ങനെ വിധിയായിട്ട് തന്നാലും ഞങ്ങൾ അത് സ്വീകരിക്കുകയില്ല. അതാണ് യാക്കോബായ സുറിയാനി സഭ. പക്ഷേ പാപം നാബോത്തുമാരായ സാധാരണക്കാരായ യാക്കോബായ വിശ്വാസികളെ വിയർപ്പും ചോരയും കണ്ണുനീരും ജീവനും ജീവിതവും വിശ്വാസവും സർവസ്വവുമായ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും അത് നിങ്ങൾ ദയവ് ചെയ്ത് ചില ഇസബേലുമാർ നൽകുന്ന ചില കുടിലതന്ത്രങ്ങൾ പയറ്റി തട്ടിയെടുക്കരുത് എന്നുള്ള അപേക്ഷയല്ല, ആഹ്വാനമാണ് സഭയോട് പറയുവാനുള്ളത്. പിടിച്ചടക്കിയത്, അന്യായമായി പിടിച്ചടക്കി ദയവ് ചെയ്ത് ന്യായമായിട്ടുള്ളവർക്ക് തിരികെ കൊടുക്കണം, അവകാശികൾക്ക് തിരികെ കൊടുക്കണം, അവകാശം തിരികെ ലഭിക്കണം. അല്ലെങ്കിൽ ദൈവികമായ ഇടപെടലുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും നമ്മുടെ സഭയിലും കവിഞ്ഞൊഴുകട്ടെ പ്രിയമുള്ളവരെ. ആത്മീയ ജീവിതത്തിലും ഈ വേദഭാഗം വളരെ പ്രസക്തിയുള്ളതും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. ആമോസ് 5-ാം അധ്യായത്തിന് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അപ്രകാരം കാണാൻ സാധിക്കും. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങളെനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല. പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിൻ്റെ വീണാനാദം ഞാൻ കേൾക്കുകയില്ല. ആമോസിൻ്റെ കാലത്ത് ആത്മീയ ജീവിതത്തിൽ അന്യായമായി അനീതിയായ ദൈവം കാണുന്ന പ്രധാനമായും 3 കാര്യങ്ങളാണ്. ആമോസിൻ്റെ പ്രവചനം പൂർണ്ണമായി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഒന്ന്, ബാഹ്യ അനുഷ്ഠാനങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ആധ്യാത്മികത. 2, ആർഭാടവും ധൂർത്തും നിറഞ്ഞ പെരുന്നാൾ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ. 3, വലിയ വഴിപാടുകളും കാണിക്കയുമായിട്ടാണ് ദൈവം പ്രീതിപ്പെടുന്നത് എന്നുള്ളതായ തെറ്റിദ്ധാരണ. ഇവ 3ഉം ഇന്ന് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുമായി നമ്മെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് പ്രവാചക ശബ്ദം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ബാഹ്യ അനുഷ്ഠാനങ്ങളെക്കാൾ പ്രാധാന്യം ദൈവകൽപ്പനകൾ പാലിക്കുവാനും പെരുന്നാളുകളിൽ നമ്മുടെ ആഘോഷങ്ങളിൽ ആർഭാടവും ധൂർത്തും ഒഴിവാക്കി കഴിയുന്നിടത്തോളം ലാളിത്യവും കാരുണ്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞതും കേന്ദ്രീകൃതവും ആരാധനാ കേന്ദ്രീകൃതവും തിരുവചന ഘോഷണത്തിൽ അധിഷ്ഠിതവുമായ
നിറവുള്ളതായ ആത്മീയ കൂട്ടായ്മ വളർത്തുവാനുമുള്ള ശ്രമമായിരിക്കും ദൈവമക്കളെ നമ്മൾ പെരുന്നാളുകളുമായും സഭായോഗങ്ങളുമായും ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്യേണ്ടുന്നത്. വിധവയുടെ ചില്ലിക്കാശിന് ഏറ്റവും മികച്ചതായി കണ്ട കർത്താവ് പഠിപ്പിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ് യഥാർത്ഥ ആത്മീയത എന്നുള്ളതാണ്. അതാണ് നമ്മൾ പാഠമാക്കേണ്ടതും. സാമൂഹിക ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആമോസിൻ്റെ ഈ അനുഗ്രഹീത വചനം. സഭാമക്കളായ നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലും ജോലിയിടങ്ങളിലും അനീതി പ്രവർത്തിക്കാതെ, കൈക്കൂലി വാങ്ങാതെ, അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ, മനുഷ്യപക്ഷം ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ, ആ പോരാട്ടത്തിൽ പങ്കുചേരുവാനുള്ള വിളിയും നിയോഗവുമാണ് യഥാർത്ഥത്തിൽ നമ്മോട് പറയുന്നത്. നമ്മുടെ സമൂഹത്തെ നീതി നിറഞ്ഞതാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നീതിമാനായ ക്രിസ്തു നമ്മിൽ പിറന്ന് ജീവിക്കുകയാണ് എന്നുകൂടി സമൂഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പുതൻകുരിശിലെ 35ാമത് കൺവെൻഷൻ ഇവിടെ അരങ്ങേറുമ്പോൾ നിശ്ചയമായിട്ടും ഈ കൺവെൻഷനിലൂടെ നീതിയും ന്യായവും നിറഞ്ഞ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും പിറന്ന് വളർന്ന് എന്നും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വർഷത്തെ കൺവെൻഷൻ്റെ ആമുഖ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. സമയബന്ധിതമായി ഈ ക്രമീകരണങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടണമല്ലോ. ഒരു സുപ്രസിദ്ധ സുവിശേഷ പ്രാസംഗം കൂടിയാണ് മേജർ ആർച്ച് ബിഷപ്പായ തട്ടിൽ പിതാവ്. അദ്ദേഹത്തെ കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ അനുഗ്രഹീത ദിനങ്ങളിലെ സുവിശേഷ പ്രസംഗങ്ങൾ, ഇവിടെ നടക്കുന്ന ഓരോ കർമ്മങ്ങളും അനുഗ്രഹകരമായി തരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം. ഈ ഗായക സംഘം എത്ര മനോഹരമായാണ് പാട്ടുകൾ പാടുന്നത്. അവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സംരക്ഷകൻ എന്ന പത്രം, സഭയുടെ പത്രം എല്ലാ ഭവനങ്ങളിലും എത്തിപ്പെടുവാൻ തക്കമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്റ്റാൾ അവിടെയുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ കിട്ടും. ജനുവരി മാസം എല്ലാ ഭവനങ്ങളിലും ഈ പത്രം എത്തത്തക്ക വിധമുള്ള ഒരു ക്യാൻവാസിങ് നടക്കുന്നുണ്ട്. അത് ഒരു വാരാചരണമായി നടക്കുമ്പോൾ സുറിയാനി സഭയിലെ എല്ലാ ദൈവമക്കളുടെയും ഭവനങ്ങളിൽ നമ്മുടെ ഈ പത്രം എത്തിപ്പെടുമെന്ന് ഉറപ്പാക്കുവാൻ ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെയുള്ള നമ്മുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. തിരുപ്പിറവിയുടെ അനുഗ്രഹകരമായ സമാധാനം നമുക്ക് തരുന്നത് ക്രിസ്തു നമ്മുടെ മനസ്സിൽ വസിക്കുമ്പോഴാണ്. അപ്രകാരം അനേകർക്ക് ക്രിസ്തുവിനെ ബോധ്യപ്പെടുവാൻ, ക്രിസ്തുവിനെ അനേകർക്ക് കാട്ടിക്കൊടുക്കുവാൻ, അനേകരിൽ ക്രിസ്തുവിനെ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വർഷത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ വളരെ വലുത് തന്നെയാണ്. പ്രയാസം അനുഭവിക്കുന്നവർക്ക്, യുദ്ധത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവർക്ക്, പലായനം ചെയ്യപ്പെടുന്നവർക്ക്, രോഗികളായിരിക്കുന്നവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളില്ലാത്ത, കെടുതികളില്ലാത്ത, മനുഷ്യർ സമാധാനത്തോടെ സഹവസിക്കുന്ന, എല്ലാറ്റിനോടും ഇണങ്ങി ജീവിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പുതിയ വർഷം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ആരോഗ്യത്തിൻ്റെയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.